എന്തൊരു ചൊറിച്ചില്ല, നിനക്ക് ചൊറിയുണ്ട? എനിക്ക് ഇതിട്ടാന്ന് തോന്നണേ. നീ അകത്തേക്ക് പോ. ആവോ ആവോ. मिस्टर सन्नी, सन्नी फाइनेंसियर्स। नमस्कार, मेरा नाम मल्होत्रा, गोविंद मल्होत्रा। साहब हाँ? साहब हाँ। सन्नी को हिंदी नहीं मालूम, मलयालम बोलते हैं वो मनसिलाते हैं। अच्छा, പേടിക്കണ്ട, എന്റെ പിതാജി ഇരിഞ്ഞാലക്കുട का आदमी है, നമുക്ക് മലയാളത്തിൽ बोलता हूँ। വരൂ, बैठिए बैठिए बैठिए। ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ ബോംബെയിലായി പോയില്ലേ. വേണ്ടാന്ന് വെച്ചാലും ഹിന്ദി വരും. പിന്നെ എന്തൊക്കെയുണ്ട് ബിസിനസ്? എനിക്കിപ്പോൾ ഫൈനാൻസിങ് ബിസിനസ് മാത്രമേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്നതാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഓ, കണ്ടാൽ അറിയാം. എന്ത്? നിങ്ങളൊരു മിടുക്കനാണ്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ഏർപ്പാടിന്റെ പരസ്യം ഞാൻ കണ്ടു. ഒരു പാർട്ണർ ആയാലോ എന്നൊരു, മലയാളത്തിൽ എന്താ ഇതിനെ പറയാ? മോഹം. ആ, മോഹം. ഞാനിപ്പോ എന്താ തരേണ്ടത്? 3 കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണ് എന്റേത്. 3 കോടി രൂപയെ? അയ്യേ, അത് വളരെ കുറച്ചായി പോയല്ലോ. ആവോ ആവോ. കോൻ ഹേ? സർ, ഇന്നലെ വന്ന ആ പള്ളിയിലച്ഛനാണ്. അച്ഛാ, വരൂ. അച്ഛാ, അധികമൊന്നും പ്രതീക്ഷിക്കരുത്. മന്ദാകൂ, അച്ഛനൊരു 10,000 രൂപ എടുത്തു കൊടുക്കൂ, എന്നിട്ട് റെസീറ്റ് വാങ്ങിച്ചോളൂ. പിതാവിന്റെയും പുത്രന്റെയും രക്ഷ ഈ ദുനിയാവില് ചേട്ടൂന് എപ്പോഴും ഉണ്ടാവും. ഒരു പള്ളി പുതുക്കി പണിയുന്നതിന് എന്റെ വക ചെറിയൊരു, മലയാളത്തിൽ എന്താ അതിന് പറയാ? കൺസ്ട്രക്ഷൻ. സംഭാവന. അച്ഛാ. അച്ഛോ, ഞങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഈ അച്ഛന്റെ വരവ് ഒരു നല്ല ലക്ഷണമാണെന്നാ തോന്നണേ. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. അപ്പൊ നമുക്കിനി കാര്യങ്ങൾ ഉറപ്പിക്കാം. അച്ഛാ. ഓ, എന്തേ? പുറത്തിറങ്ങ് പുറത്തിറങ്ങ്. അപ്പൊ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എല്ലാവരും കൂടെ ഒരു വേണ്ട, നിങ്ങളൊക്കെ പുറത്തിറങ്ങ്. എനിക്ക് ക്രൗഡ് എനിക്ക് ഇഷ്ടല്ല. ആ, പോട്ടെ 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 പോട്ടെ. ആ, മന്ദാകത്ത് പോ. വാതിലടക്കേ. ബ്ലേഡ് വീഴൂ? പിന്നെ വീഴാതെ. ഇനി നമുക്ക് ഓരോരുത്തരുടെയും വകുപ്പ് അനുസരിച്ച് നീങ്ങാം. ആ നോട്ട് കെട്ട് എവിടെ? അബൂച്ചെന്റിലുണ്ട്. ആ നോട്ട് കെട്ടിട്ട്. ഇതെന്താ വെള്ളക്കടലാസ് അമ്മ? പൊക്കിയെടുത്ത് മേരാ മന്ദാകിനി, തുമാരാ ബിസിനസ് പാർട്ട്ണർ. ഹലോ, മിസ്റ്റർ സണ്ണി. ഹലോ. മകളായിരിക്കും. മേരാ ഭാര്യ. വളരെ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഞാൻ രൂപ തരുന്നത് മന്ദാകുവിന്റെ പേരിലായിരിക്കും. എന്റെ എല്ലാ സമ്പാദ്യവും ഇവളുടെ പേരിലാണ്. ഇവളാണ് എന്റെ എല്ലാ ഐശ്വര്യവും. ആ, സണ്ണിയുടെ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? പണം കിട്ടിയാൽ അടുത്ത ദിവസം തന്നെ പണി സ്റ്റാർട്ട് ചെയ്യാം. ഓ ശരി, ഇനി താമസിപ്പിക്കണ്ട. ഓ, ഫോൺ ഫോൺ ഫോൺ, എപ്പ നോക്കിയാലും ഈ ഫോൺ ഫോൺ. ഹലോ. ഞങ്ങളില്ലാതെ വിസ്കി കഴിക്കല്ലേ? സോഡ ഒഴിച്ച് കഴിക്കണേ, കൊടല് വെന്തു പോവും. അടിച്ച് ഫിറ്റാകുമ്പോഴേ നമ്മുടെ രഹസ്യങ്ങളൊന്നും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞേൽപ്പിച്ച കാര്യം പറഞ്ഞേൽപ്പിച്ച കാര്യം മറക്കരുത്. ബ്ലേഡ് വീണോ? വീണില്ലേ? വീഴ്ത്ത്. 50 ലക്ഷമോ? ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് കൊടുത്താ പോരെ? ആ, നമ്പർ മനസ്സിലായി. 50 ലക്ഷം പോയിട്ട് തന്റെ 50 പൈസ എടുക്കാനല്ലോ. ഹേ, ആ കുപ്പി തീരുമ്പോ പറഞ്ഞാ മതി, ഞങ്ങൾ എത്തിച്ചോളാം വിത്ത് ഫുഡ് ഐറ്റംസ്. ഒന്ന് പറയട്ടെ, തൽക്കാലം അയാളോട് വട്ടച്ചെലവിന് കുറച്ച് കാശ് ഇങ്ങോട്ട് കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റും. തൽക്കാലം വട്ടച്ചെലവിന് കുറച്ച് കാശ് തനിക്ക് അയുടെ ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് അർജന്റ് ആണെന്നോ? ആ ആ, എനിക്ക് നാളെ ഇവിടുന്ന് വരാൻ പറ്റില്ല. പുതിയ ബിസിനസ് കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല. നാളെ തന്നെ എത്തിയില്ലെങ്കിൽ കുഴപ്പാവോ? മുഷ്കിൽ, ബഹുത്ത് മുഷ്കിലേ. ശരി, ഞാൻ നോക്കട്ടെ, വരാം. ഓക്കെ ഓക്കെ. നാശം, ചെക്ക് എടുത്തു കൊടുക്കാൻ മറന്നു. ബാങ്കിൽ നിന്ന് രൂപ എടുക്കാൻ പറ്റില്ല. ആ ഹരിലാൽ, നാളെ ആ തിയേറ്റർ പണിയുള്ളിടത്ത് അത്യാവശ്യമായി ഒരു 50 ലക്ഷം രൂപ വേണം. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റിന് ബോംബെക്ക് പോകും, മറ്റന്നാൾ തിരിച്ചു വരും. മന്ദാവൂ, ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടി നീ ബുദ്ധിമുട്ടണമെന്നില്ല. നീ ഇവിടെ ഇരുന്നോ? അയ്യോ, ഞാൻ ഒറ്റയ്ക്കോ? ഒരു പ്രശ്നം ഉണ്ടാവില്ല.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മിസ്റ്റർ സണ്ണി ഉണ്ടല്ലോ, പുതിയ നിന്റെ ബിസിനസ് പാർട്ണർ അല്ലേ. സണ്ണിക്ക് അറിയോ, അമിതാഭ് ബച്ചനും മന്ദാഗും ബോംബെയില് 2 തിയേറ്ററുകളുടെ പാർട്ട്നേഴ്സാ. എനിക്ക് സിനിമയിലും ചെറിയൊരു കമ്പുണ്ട്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫീൽഡാണ്. പക്ഷെ വൈഫിന് സിനിമക്കാരെന്ന് വെച്ചാൽ വലിയ ക്രൈസാ. അത് നല്ലതാ, വളരെ നല്ലതാ അത്. അപ്പൊ മറ്റന്നാ വരുമ്പോ നമ്മുടെ ബിസിനസ്സിനുള്ള ഡ്രാഫ്റ്റും കൊണ്ടുവരും. ഒരു 50 ബ്ലാക്ക്, 50 വൈറ്റ്, 50 യെല്ലോ, 50 വൈറ്റ്, 50 ബ്ലാക്ക്. അപ്പൊ നാളെ പോകുമ്പോ പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആവല്ലോ. സാബ് അതിനെപ്പറ്റി ഒന്നും പേടിക്കണ്ട. ആ. 9:30 ഫ്ലൈറ്റ്. ആ. 7 മണിക്ക് ഞാൻ ടിക്കറ്റുമായി ഇവിടെ വന്ന് സാബിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാം. ആ. പോരെ? അച്ഛാ. ആ. സബ് ടിക്കറ്റ്. അച്ഛാ, എന്നാ മിസ്റ്റർ സണ്ണി പോയിക്കോളൂ. എനിക്ക് തിരക്കൊന്നുമില്ല. സാബിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. വരും. അങ്ങോട്ട് പോയ ഇങ്ങോട്ട് വരാൻ ആരാ കാശ് എന്താ? തരാ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് മന്ദാകിനി ഇല്ലാതെ ഒരു യാത്ര. ഡോൺ വെറി, അവരുടെ കാര്യങ്ങൾക്ക് ഒരു കുറവും വരില്ല. എന്നാ പിന്നെ പൊക്കോളൂ സണ്ണി, പൊക്കോളൂ. ആ, അപ്പൊ പിന്നെ വരുന്നവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് പിക്കപ്പ് ചെയ്തോളാം. ഓക്കെ ഓക്കെ. ഓക്കെ, ടിക്കറ്റ് ഓക്കെ, എല്ലാം ഓക്കെ. അതെ, ഒന്ന് നിന്നേ. ഞാൻ ഈ ഫ്ലൈറ്റിന് പോണില്ല. ഈ സിനിമ ടിക്കറ്റ് ബ്ലാക്കിൽ വെക്കണ പോലെ ഇതൊന്ന് വിറ്റ് ശരിയാക്കി പകുതി കാശ് കിട്ടും. ആ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ് ഒന്നുമില്ല, വെറുതെ. വരൂ. ഉം. ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? സത്യം ബോറടിച്ചു. ഇടയ്ക്ക് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചതാ, പിന്നെ ബുദ്ധിമുട്ടായാലോന്ന് കരുതി വേണ്ടെന്ന് വെച്ചു. ബുദ്ധിമുട്ടോ? മന്ദാകിനിയെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിന്റെ മുൻപിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു സുഖമല്ലേ? ദേ, മൽഹോത്ര എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാ പോയേക്കുന്നത്. എന്താവശ്യം ഉണ്ടെങ്കിലും പറയണേ. ഏറ്റെടുത്തോ? ലക്ഷങ്ങളുടെയും കോടികളുടെയും മുഷിപ്പിക്കുന്ന കണക്കുകൾ, എന്റെ പേരിൽ ദിവസവും കുന്നുകൂടുന്ന ഒരുപാട് സ്വത്തുക്കൾ. ആകാശം വേണോ? ആവശ്യപ്പെട്ടാൽ ആ നിമിഷം എനിക്ക് കൊണ്ടുതരും. പക്ഷേ ഒരു സ്ത്രീക്ക് തൃപ്തിപ്പെടാൻ ഇത് മാത്രം മതിയോ? മനസ്സിന്റെ ദുഃഖം അറിയാതെ പറഞ്ഞു പോയതാണ്. കൂടുതൽ അടുപ്പം തോന്നിയതുകൊണ്ട്. മന്ദാകിനി സണ്ണിയുടെ പാർട്ണറാകാൻ പോയല്ലേ? എല്ലാവിധ സൗഭാഗ്യങ്ങളും എന്റെ പാർട്ണർക്ക് കിട്ടിക്കോളും. ബോറടിപ്പിച്ചു അല്ലേ? നോ നോ, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണിപ്പോൾ. ആരെങ്കിലും കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ ഓടി നടന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണായിരുന്നു. കന്യാകുമാരി എന്റെ ഒരു സ്വപ്നമാണ് ഇന്നും. ഞാൻ കൊണ്ടുപോകാം. സോറി, എന്നോടത്ത് വരാൻ വിരോധമില്ലെങ്കിൽ. തിരക്കിനിടയിൽ ഞാനൊരു ഡിസ്റ്റർബൻസ് ആകുമോ? നല്ല കാര്യമായി പോയി. എന്റെ പാർട്ണറുടെ ചെറിയൊരു ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തന്നില്ലെങ്കിൽ എന്നാ പോവാം. ഒരു പെഗ്, ജസ്റ്റ് എ പ്ലഷർ. എന്റെ കമ്പനിയേക്കാൾ സന്തോഷം ആ കുപ്പിക്കുണ്ടെങ്കിൽ വേണ്ട, ഞാൻ വരുന്നില്ല. ശരി, ഉപേക്ഷിച്ചിരിക്കുന്നു. പോരെ? Come on, let's go. ഹാ, എന്റെ ഒരു സ്റ്റാർ കാണുന്നില്ലല്ലോ. ആകാശം നോക്ക്, അപ്പൊ കാണാം. മിടുക്കൻ. ദേ, ഇയാൾ എന്തായി കാണിക്കണേ? നിങ്ങളൊന്നും ഇതിനായിട്ട് റെഡിയായില്ലേ? ചുമ്മാ കണാകുണാ പറഞ്ഞ് സംഭവം അലമ്പാക്കരുത്. ഓരോ നീക്കവും വളരെ ബുദ്ധിപൂർവ്വമായിരിക്കണം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? Then dress up, come on, get ready. മന്ദാകിനിക്ക് ചിപ്പികൾ ഇഷ്ടമാണോ? കുട്ടിക്കാലത്ത് ചിപ്പികൾ കൊണ്ട് കൊട്ടാരം പണിഞ്ഞ് കളിക്കുമായിരുന്നു ഞാൻ. സത്യത്തിൽ മന്ദാകിനി ആ മൽഹോത്രയുടെ ഭാര്യ ആവേണ്ടവളല്ല. പിന്നെ ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെ, അല്ലെങ്കിൽ ഒരു കവിയുടെ, അതും അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുടെ. സോറി. ആ Come on. സണിച്ചായ, ഉം. നല്ലൊരു മലയാള സിനിമ കണ്ടിട്ട് ഒരുപാട് കാലായി. നമുക്കൊരു മാറ്റിനിക്ക് പോയാലോ? പോകാം. ഐ ആം റെഡി ഫോർ എവറിത്തിങ്. എവറിത്തിങ് ഫോർ യു.
എന്താ അവിടെ എന്താ ഞങ്ങൾ പോയെന്നാണോ എന്നെ കൂടെ ചേർത്ത് കെട്ടാടോ സോറി ഒരു നോക്കാണ്. സംഗതി നടക്കുമ്പോൾ കയ്യിൽ തോക്കാണ് അനക്കരുത്. രക്ഷപ്പെട്ടു പോവാം. ടേപ്പട് എവിടെയാ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പറയടി, ഒന്ന് പറയ്. ഓന്റെ കയ്യിൽ തോക്കാണ്, അത് പൊട്ടുന്നതിന് മുമ്പ് വിവരം പറഞ്ഞോളണ്ടി. മിസ്റ്റർ റാം ഈ കുട്ടിയെ വെടിവെച്ച് താഴെയിടൂ അല്ലെങ്കിൽ തോക്ക് എനിക്ക് വിട്ടുതരൂ. പറയടി. Come on. യെസ് 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 എവിടെയാണ് ഇരിക്കുന്നത് പറയടി. താക്കോൽ എവിടെ? Come on. യെസ് ക്യാച്ച് ക്യാച്ച്ഡ് യെസ് ജനീവ ഇന്റർനാഷണൽ. അതെ അവരെത്തിയിട്ടുണ്ട്, ഒന്ന് ഹോൾഡ് ചെയ്യൂ. എക്സ്ക്യൂസ് മീ മാഡം, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ ആ ഉണ്ട് കൊടുക്കാം സണിച്ചാന ആ സണ്ണിയ ഏ എന്തു പറ്റി? ഇൻകം ടാക്സുകാരി എല്ലാം കൊണ്ടുപോയി സാർ.